മീരയ്ക്ക് നല്ലൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ആ മൊബൈൽ നോക്കിയപ്പോൾ അതിന്റെ സ്ക്രീനിൽ ചെറിയൊരു സ്ക്രാച്ച് കണ്ടു. അത് വലിയ കാര്യമാക്കിയില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ പല പല സ്ഥലങ്ങളിലായിട്ട് സ്ക്രാച്ചുകൾ വീഴുന്നത് കണ്ടു. എന്നാൽ ഒരു ദിവസം നോക്കിയപ്പോൾ ആ ഒരു സ്ക്രാച്ച് കുറച്ച് ഡീപ്പായിട്ട് മാറിയത് കണ്ടു. ഇത് കണ്ടപ്പോൾ മീര പതുക്കെ അവളുടെ ഫാമിലിയിലുള്ളവരോടും അതുപോലെ കൂട്ടുകാരോടൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞു. അവരെ ഇങ്ങനെ കാണിക്കണ്ടേ. അവർ പറഞ്ഞ കാര്യം ഇതൊക്കെ ചെറിയ സ്ക്രാച്ചുകളാണ്, ഇതൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല. എൻ്റെ മൊബൈൽ ഇതിനേക്കാളും വലുതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി, അത് ഞാൻ വലിയ കാര്യമാക്കിയില്ല, അല്ലെങ്കിൽ മൊബൈൽ ഇല്ലാത്ത എത്ര പേരുണ്ട് ഈ ലോകത്തിൽ എന്നൊക്കെ പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്തു. അപ്പം മീര ഓർത്ത് എന്നാൽ ശരി, കുഴപ്പമില്ല എന്നോർത്ത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ ഫോണിലുള്ള സ്ക്രാച്ചസ് ഒക്കെ കുറച്ചുകൂടെ വലുതാകാൻ തുടങ്ങി. അതുപോലെ തന്നെ മീരയും ഉള്ള വർക്കുകളിലൊക്കെ വളരെ ബിസി ആകാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഫോൺ ഓഫ് ആയിരിക്കുന്നതായിട്ടാണ് കണ്ടു. ഇത് കണ്ടപ്പോൾ മീരയ്ക്ക് ഭയങ്കര വിഷമം തോന്നി. പെട്ടെന്ന് തന്നെ ഒരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടുവന്നു. അവിടെയുള്ളവർ ഈ മൊബൈൽ നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യം, ആദ്യം തന്നെ സ്ക്രാച്ചുകളൊക്കെ വീണപ്പോൾ തന്നെ ഇങ്ങ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു, നമുക്കത് പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു കാര്യം. എന്നാൽ ഇപ്പോഴും താമസിച്ചിട്ടില്ല. ഇപ്പോൾ ഉണ്ടായത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കുറച്ച് ദിവസം എടുക്കും, എന്നാൽ അതിനുള്ളിൽ തന്നെ ഞങ്ങൾ ശരിയാക്കി തരാം എന്നുള്ളൊരു കാര്യം. ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിലൊക്കെ അനുദിനം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ദുഃഖാനുഭവങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ട്രോമയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടില്ല എന്ന് നടിക്കും, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് നടിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. എന്നാൽ ഒരു ദിവസം ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ആയതുപോലെ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ സ്വിച്ച് ഓഫ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ജീവിതം സ്റ്റക്കായി പോകുന്ന അവസ്ഥയിലേക്കൊക്കെ മാറാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, അല്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സഹായം എടുക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കുക. കൗൺസിലിങ്ങിന് പോകുന്നതൊക്കെ ഒരിക്കലും വീക്ക്നെസ് ആയിട്ട് കാണാതെ നിങ്ങൾക്ക് സഹായം വേണ്ടുമ്പോൾ വേണമെന്ന് തോന്നുമ്പോൾ അതെടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക.